ഹലോ യൂട്യൂബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസമായിട്ട് ക്രിസ്മസിൻ്റെ ലീവാണ്. അപ്പോൾ കടകളൊന്നുമില്ല. അപ്പോൾ ഒന്നും തുറക്കത്തില്ല. ട്രാൻസ്പോർട്ടിൻ്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെ പോയാൽ മേടിക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് അവിടെ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളപ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കണം. അപ്പോൾ ഒരു വണ്ടിയുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വണ്ടി ഉണ്ടോ? പൊളിയല്ലേ സാധനം? പോർഷയുടെ വണ്ടിയാണ്. ടൂ സീറ്ററാണ്. ഞാൻ കൊള്ളാം അല്ലേ? ഊഫ്, അത് വില്ലേജ് ആണെന്ന് തോന്നുന്നു കേട്ടാ അല്ലേ? ഊ, രക്ഷയില്ല കേട്ടാ, എല്ലാരും നോക്കുന്നുണ്ട്. എന്തായാലും ഇത് കണ്ടതല്ലേ, അപ്പം ഇന്ന് അടുത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ പോവാം. എങ്ങനെയുണ്ട്? കിടിലൻ കാറല്ലേ? ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കിടിലൻ കാറ് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളപ്പം ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് പോവാം. പിന്നെ ഇവിടെ വന്നിട്ട് ആ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ടെസ്കോ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതൊരു വലിയൊരു മോളിനകത്താണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. പിന്നെ എന്തായാലും നമുക്ക് നേരെ പോവാം. പിന്നെ ഈ ഒരു വെട്ടം കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര മണിയായെന്ന് തോന്നുന്നുണ്ട്? നിങ്ങളുടെ ഒരു മൈൻഡിലുള്ള ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞുതരാം ഇത് എത്ര മണിയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വെട്ടം കുറവാണ്, അത് മനസ്സിലാവുമല്ലോ. ഈ ഒരു ടൈം എത്രയാണെന്ന് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടില്ലേ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. എന്തറിയണമെങ്കിലും നമ്മൾ യൂറോപ്പിനെ സംബന്ധിച്ചുള്ള എന്ത് കാര്യം അറിയണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതിനുള്ള റിപ്ലൈ എല്ലാം ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനവും അത് ഇതൊക്കെ ആവുള്ളൂ. ഇതാണ് സെക്കൻഡ് കാർസ് ഉണ്ടല്ലോ. സെക്കൻഡ് ഹാൻഡ് ആണല്ലേ? സെക്കൻഡ് കാർസ് സെയിൽ ചെയ്യുന്ന ഭയങ്കര ചീപ്പാണ്. എത്രയ്ക്ക് കിട്ടും? നമ്മൾ പോയിക്കാണ്ട് വിൻഷീൽഡിൽ ഒറ്റ ഒറ്റ വരുന്നുണ്ടാവും റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ 2 ലക്ഷം രൂപ എടുത്താ ഇറക്കി കൊണ്ടുപോവാ? അതിനും കുറവാ? ഭയങ്കര ചീപ്പായിട്ട് കാർ മാർക്കറ്റിൽ ഏകദേശം 500-600 രൂപ കിട്ടും. നല്ല ലാഭമാണല്ലോ അത്. അപ്പൊ നമുക്ക് നല്ല വില കുറച്ച് ഇവിടെ കാറൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുമായിരിക്കുമല്ലോ? അപ്പൊ 1 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല കാറ് കിട്ടുമെന്നാണ് പറയുന്നത്, സെക്കൻഡ് ഹാൻഡ്. നോക്കിയെടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? മെക്കാനിക്കലൊക്കെ പെർഫെക്റ്റ് ആവും. നല്ല അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് വന്നേലും ബെറ്റർ ആവും. എന്നുവെച്ചാൽ കാറിനെ പറ്റി അറിയാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പയ്യന്മാരൊക്കെ കാണുമല്ലോ ഇവിടെ. അങ്ങനെ ആരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം. പക്ഷെ ഇവിടത്തെ കാറൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അകത്തെ ഇന്റീരിയർ ആയാലും ഹാൻഡിൽ തന്നെ, ഡോർ ഹാൻഡിൽ ആയാലും നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കി കണ്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയാവുന്ന ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിപാടിയൊക്കെ സെറ്റ് ആയിട്ട് പോവും. ഏതാണ്? ബസ്സിന്റെ ആണല്ലേ? ഇത് ബസ്സിന്റെ, ഇവിടുത്തെ ബസ്സിന്റെ ഈ ബസ്സിന്റെ ഡിപ്പോ ആണ്. ഇവിടെയാണ് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊന്നും കേറാൻ പറ്റില്ലല്ലോ എന്തായാലും. അങ്ങ് ലോങ് വരെ, അങ്ങ് അറ്റം വരെ അതിന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. കിടിലൻ കാറ് നടന്നു വന്നപ്പോ തന്നെ കിടിലൻ കാറ് വന്നിട്ടുണ്ട് ഇവിടെ കോർവെറ്റ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ കിടിലൻ കിടിലൻ കാറുകളുണ്ട്, കിടിലൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മാസത്തെ സാലറി വെച്ച് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളെന്ത് ചെയ്യും? നമ്മളെല്ലാം സാലറി നാട്ടിലാണ് എന്തായാലും വയ്ക്കുന്നത്. ഇവിടെ മാക്സിമം അങ്ങനെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സാലറി കൂടാതെ സാലറിക്ക് അകത്ത് വരുന്നത് തന്നെ എന്ന് വെച്ചാൽ ആഴ്ചയിൽ നമുക്കൊരു എമൗണ്ട് വരും നമ്മുടെ ചെലവിനുള്ള. അതിന്റെ ആ സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. ഒരു രക്ഷയില്ലല്ലേ സൗണ്ട്? അങ്ങനെയാണ്. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് വെക്കേഷൻ വന്നിട്ട് അങ്ങനെ അങ്ങനെ കറങ്ങി നടക്കുക തോന്നുന്നു.
അപ്പോഴ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സാലറി കാര്യം സംഭവം എന്ന് പറഞ്ഞാൽ വീക്ക്ലി നമുക്കൊരു അലവൻസ് തരും. നമുക്ക് ചെലവിനുള്ള പൈസ അവർ തരും. എല്ലാ കമ്പനിയിലും ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ സംസാരിച്ചിട്ടുള്ള മിക്ക ആൾക്കാരുടെയും കമ്പനിയിൽ അങ്ങനെ അവര് വീക്ക്ലി കുറച്ച് എമൗണ്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ എമൗണ്ട് നമ്മുടെ ചെലവിനെടുത്തിട്ട് ബാക്കി നമ്മൾ ഈ സാലറി വരുന്ന മൊത്തത്തിൽ അയക്കാറാണ് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെയും തിയേറ്ററിൽ ഐമാക്സിലൊക്കെ അവതാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറെ കാണാൻ പോയി. നല്ല അഭിപ്രായം പറയുന്നവരുണ്ട്, മോശം അഭിപ്രായം പറയുന്നവരുണ്ട്. എവിടെ എത്താറല്ലേ? നമ്മൾ നേരെ പോകുന്ന സ്ഥലം അതാണ്. സംഭവം എന്ന് വെച്ചാ ഇവിടത്തെ പെട്രോൾ പമ്പാണ്. ഇവിടെ മാത്രമേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓരോയിടത്തും ഇല്ല. പക്ഷെ ഇവിടെ കിട്ടും. ഇവിടെ മിക്ക സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് ഇന്ന് 26 മണിക്കൂറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന സാധനം കിട്ടും. അപ്പൊ നമ്മള് എന്തൊക്കെ കിട്ടും എന്തൊക്കെ കിട്ടൂല എന്നുള്ളത് നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം. പിന്നെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രൈവസിയുടെ കുറെ ഇഷ്യൂ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലർക്ക് ഓക്കെ അല്ലായിരിക്കും. ആരെ സ്വന്തം ഷെയർ ഉണ്ടോ? ഷെയറല്ല, പരിചയക്കാരനുണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇനി ഉണ്ടോല്ലോ അറിയത്തില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇതാണ് ആ പമ്പ്. സെൽഫ് ആണല്ലേ? നമുക്ക് സ്വന്തമായിട്ട് അടിക്കാം. നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് അടിക്കണം. എല്ലാരും ഇത് തുറക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അതല്ലേ, ഇതാണ് സെറ്റപ്പ്. പൈസ ഇടുക, അടിക്കുക. ക്യാഷും മറ്റേ ഇതും ഉണ്ടല്ലേ? എന്തായാലും നമുക്ക് ഷോപ്പിനകത്ത് ഇതാണ് ആ ഷോപ്പ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നേരത്തെ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ്. പെട്ടെന്ന് കടയൊന്നുമില്ല, സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിനകത്തിരുന്ന് കഴിക്കാം, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനുള്ള സാധനമാണ്. പിന്നെ ഇതിനകത്ത് കാർ വാഷിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ പമ്പിൽ വരുന്ന സംഭവമാണ്. എല്ലാം ഇവിടെ വരുന്നൊരു സെറ്റപ്പാണ്. ഈ സിസ്റ്റമൊക്കെ നാട്ടിലെപ്പോ ഒരു വന്നു. ഒരു പമ്പിലില്ലാത്ത സാധനം ഇല്ല. ഈ പമ്പ് കണ്ടല്ലോ, പമ്പിനടുത്ത് തന്നെ ഒരാൾ സിഗരറ്റ് വലിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും സീൻ? ഇവിടെ കണ്ടില്ലേ? ഇതെന്തിനാണെന്ന് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും. ആഷ് തട്ടുന്ന സാധനമാണ്. ആഷ് തട്ടുക, അതിനകത്ത് തന്നെ കത്തി സിഗരറ്റ് അണച്ചിട്ട് മേളിൽ വെച്ച് അണക്കി പുറത്ത് തട്ടി പോകത്തില്ല. ഇതാണ് സെറ്റപ്പ്. എന്നുവെച്ചാൽ എന്തായാലും ഇവിടെ നിന്ന് വലിക്കും. അപ്പൊ അതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ്, സെറ്റപ്പാണ്. അവിടെയുണ്ട് സിഗരറ്റ് വലിക്കാനുള്ളത്. ഒരു നടുക്ക് നിൽക്കുന്ന ഒരു സാധനം കണ്ട, അത് സിഗരറ്റ് വലിക്കാനുള്ള സെറ്റപ്പാണ്. മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ GPay വഴിയാണ് കൂടുതലും പേ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഫോൺ വെളിയിലെടുത്തിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾക്ക്. ആ സമയത്ത് പറയണ ഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അണച്ചു പോയാണ്. അതാണ് പ്രശ്നം. ഇതൊക്കെ അവര് കാണണം. സിഗരറ്റ് വലിച്ചിട്ട് ഇതിനകത്ത് തട്ടുക, പോവുക. ആലോചിച്ചു, ഇതിന്റെ തൊട്ടടുത്താണ്. ഇതാ കണ്ടില്ലേ? 10 മിനിറ്റ് തയ്ച്ചില്ല. ഇവിടെ ഇരുന്നാണ് സിഗരറ്റ് വലിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പം വലിക്കണല്ലേ? ഉണ്ടല്ലേ? അതാണ്ട് അവിടെ നിന്ന് വലിക്കാണ്. ഉണ്ടല്ലേ? അത്രേ ഉള്ളു സെറ്റപ്പ് അല്ലേ? അതാണ്. ഒരു വഴിക്ക് വിടാണ്ട് ഒരു ഫ്രീഡം തരാണ്ട് അടിച്ചമർത്തി വെച്ചേക്കുന്നേ. എക്സ്പ്ലോർ ചെയ്യണോ അത് പുറത്തോട്ട് പോകണം. ഇന്ത്യനെ ഇന്ത്യ വേണ്ട, കേരളത്തിൽ പോയാലേ രക്ഷപ്പെട്ടു. എന്താ അവസ്ഥയാണല്ലോ നാട്ടിലെ. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. രണ്ടുപേരെയും കണ്ടു. കിർഗിസ്ഥാനിലുള്ളതാണ് രണ്ടുപേരും. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞേ വന്നിട്ട് എടുത്ത് കുപ്പിയാണേ. അസ്സലാം വലൈക്കും എടുത്തു വരുന്ന കുപ്പിയാണേ. അപ്പൊ എന്തായാലും ഇവരെ കണ്ടു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്തായാലും ബൈ 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 ബൈ. അപ്പൊ അവരുടെ അടുത്തും ബായ് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. പേരിയായിട്ട് കുടിയന്മാരാണ്. പേരിയായിട്ട് കുടിയന്മാരാ. രണ്ടുപേരും വോട്ട് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മള് കണ്ടപ്പോ നമ്മളെടുത്തോണ്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ എത്തട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ബൈ, ഇവിടെ എന്തൊക്കെ കിട്ടുമെന്നൊന്ന് പറഞ്ഞാണ്. ഇവിടെ എന്തൊക്കെ കിട്ടും?
അവിടെ എന്താ ബേക്കറീസ് കിട്ടും, കൂൾ ഡ്രിങ്ക്സ് കിട്ടും, ബീർ കിട്ടും, മദ്യം കിട്ടും, ടൊബാക്സ് കിട്ടും, സിഗരറ്റ് കിട്ടും, പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കഴിക്കാനുള്ള സ്നാക്സ് കാര്യങ്ങൾ അതുപോലത്തെ ഐറ്റംസ് കിട്ടും. വേറെ ഇപ്പൊ എന്താ കിട്ടുക? അരിയും മണ്ണെണ്ണ ഒന്നും കിട്ടൂലല്ലോ. അത്യാവശ്യം പട്ടിണി നടക്കാണ്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതാണ്. അപ്പം 2 ദിവസം എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് മേടിക്കുക, അത്രേ ഉള്ളൂ. അതിൽ ഒട്ടിലൊടുക്ക് സാധനങ്ങളെ കിട്ടത്തുള്ളൂ. കാര്യം ചിക്കന്, ബീഫ്, മീറ്റ് ഐറ്റംസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മള് ലിഡിലും കെഫ്ലാൻഡിലൊക്കെ പോയി മേടിക്കുന്ന കണക്കത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഒരാൾക്ക് ജീവിച്ചു സർവൈവ് ചെയ്ത് പോകണ സാധനങ്ങൾ കിട്ടും ലോക്കായി കഴിഞ്ഞാൽ. പക്ഷെ കുറച്ച് വില കൂടുതലാണ് സാധാരണ കിട്ടുന്നത്. ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 50% 60% കൂടുതലല്ല സാധനം. അത് വലിയ ഇതായിട്ടൊന്നും തോന്നണ്ട, എന്നാലും നമുക്ക് ഇന്നത്തെ ദിവസം ആണല്ലോ എന്ന് വെച്ച് നോക്കുമ്പോൾ വലിയ കിട്ടലാണ്. നമ്മള് മറ്റേ ഓർഡർ ചെയ്ത് വാങ്ങുന്നതിന്റെ ആ ഒരു ചെറിയൊരു ഇത് കുറവ് കിട്ടും. എന്നുവെച്ചാൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുന്നതിന്റെ പൈസ കൊടുക്കണം, എക്സ്ട്രാ അല്ലാതെ പൈസ കൊടുക്കണം, അങ്ങനെ എന്ന് വെച്ചാൽ ഡെലിവറിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം, അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ട്. അപ്പം അതല്ലാതെ ഒരു ഇത് കിട്ടും. അപ്പം അതുകൊണ്ട് ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ സ്പോട്ട്. അപ്പം എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചിവിടെ എത്തി. ഇനി വേറെ പരിപാടിയൊക്കെ കുറേ ഉണ്ട്, ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ പരിപാടി ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.